അതോടൊപ്പം ജനകീയ വിചാരണ നടത്തുകയാണെങ്കിൽ അവരുടെ മൂക്ക് ചെത്താനും ചെവി മാറ്റുവാനും ഒക്കെ ജനങ്ങൾക്ക് അധികാരം ഉണ്ടാവും, മുക്കാലിൽ കെട്ടിയിട്ടടിക്കുവാനുള്ള അധികാരം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ കനത്ത ഭാഷയിൽ, വളരെ മൂർച്ചയുള്ള ഭാഷയിൽ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ നിന്ന് സംസാരിച്ചിട്ടുള്ള മന്നത്ത് പത്മനാഭനെ കേരളത്തിൻ്റെ ചരിത്രം മറക്കുവാനിടയില്ല. അതിനുശേഷം 1960-കളിലൊക്കെ കോൺഗ്രസിന് നേരെ നടത്തിയ മൂവ്മെൻറ്റ് കേരളം മറക്കാനിടയില്ല, പക്ഷേ സുകുമാരൻ നായർ അതിനുശേഷം കോൺഗ്രസിന് നേരെ നടത്തിയ മൂവ്മെൻറ്റിലാണ് പിന്നീട് കേരള കോൺഗ്രസ് ഉണ്ടാകുന്നതും മറ്റ് പല സംഭവ വികാസങ്ങൾ. അങ്ങനെ എണ്ണി പറഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ NSS എടുത്തു വച്ചിട്ടുള്ള ചില അഭിപ്രായങ്ങളുണ്ട്. അത് കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ വലിയ പ്രാധാന്യമുള്ളതുകൊണ്ടാണ്. അതിൻ്റെയൊക്കെ പച്ചയിലാണ് ഇപ്പോഴും സുകുമാരൻ നായരൊക്കെ നെഞ്ചും പിരിച്ച് ഇരിക്കുന്നത്. അല്ലാതെ സുകുമാരൻ നായർക്ക് കാര്യമായി യാതൊരു തരത്തിലുള്ള സംഭാവനയുമില്ല എന്ന് മാത്രമല്ല, അതിനെ കളഞ്ഞു കുളിക്കുകയും കൂടിയായിരുന്നു ചെയ്തത്. ഇപ്പോൾ ഇതാ എങ്ങനെയാണ് തൊടുപുഴയിൽ ലീഗിൻ്റെ ആൾക്കാർ ഈ വെള്ളാപ്പള്ളി നടേശനും NSSനുമെതിരെ മുദ്രാവാക്യം വിളിച്ചപ്പോൾ ചോദിക്കാൻ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനുണ്ടായോ? ചോദിക്കാൻ ഏതെങ്കിലും ഒരു SFIക്കാരനോ അല്ലെങ്കിൽ DYFIക്കാരനോ CPMകാരനോ ഉണ്ടായോ? ആരും തന്നെ ഉണ്ടായില്ല. കാരണം കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ അവരത്രയേറെ നിസ്സാരന്മാരാണ് എന്ന് ഒരു വിധിയെഴുത്ത് നടന്നിരിക്കുകയാണ്.